മാനിഫെസ്റ്റ് ചെയ്യൂ എന്ന് പറയുമ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നത്? നമ്മുടെ സ്വപ്നങ്ങൾ നേടിയെടുക്കുക, സ്വപ്ന സാക്ഷാത്കാരം. പലരും വിചാരിക്കുന്നത് ലൈഫില് നമുക്ക് ഇപ്പൊ പോകുന്ന ഈ മോശം അവസ്ഥയിലൂടെ തന്നെ നമ്മൾ ഇങ്ങനെ കടന്നു പോകേണ്ടി വരും എന്നുള്ളതാണ്. അവർക്ക് ഏറ്റവും വലിയ ഒരു ആശ്വാസമാണ് മാനിഫെസ്റ്റേഷൻ. ചിലർക്ക് ഇതിലൊന്നും വിശ്വാസമില്ല. ഇവര് പറയും ഇതൊക്കെ പറ്റിപ്പാണ്, തട്ടിപ്പാണ്. നമ്മുടെ മൈൻഡ് സെറ്റ് ആണ് പ്രധാനം. നമ്മൾ എങ്ങനെ മാനിഫെസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിൽ ഇത് സ്വപ്നം കാണുക, വിഷ്വലൈസ് ചെയ്യുക എന്നുള്ളത് മാത്രമാണോ? ഒരു വ്യക്തി ജോലി ഇല്ലാതെ കിടന്ന് കഷ്ടപ്പെടുകയാണ്, ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്, നിരവധി ഇന്റർവ്യൂസ് അറ്റൻഡ് ചെയ്തു, പക്ഷെ ഒന്നിലും കിട്ടുന്നില്ല. അപ്പൊ സ്വയം ചിന്തിക്കുകയാണ്, ഞാൻ ഭാഗ്യം കെട്ടവനാണ്, ഞാൻ എവിടെ പോയാലും എന്നെ റിജക്ട് ചെയ്യും, എനിക്ക് കിട്ടില്ല. ഇതാണ് നിരന്തരം ചിന്തിക്കുന്നതെങ്കിൽ യെസ്, ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് അത് തന്നെ സംഭവിക്കും. ചില ആളുകള് ഞാനിങ്ങനെ ബുക്കിലൊക്കെ ഒരുപാട് എഴുതി വെക്കുന്ന കാണാറുണ്ട്. ഐ എം കോൺഫിഡന്റ്, ഐ എം ബ്ലെസ്ഡ്, ഐ എം ബ്ലിസ്ഫുൾ എന്നൊക്കെ പറഞ്ഞിട്ട്. റെപ്പറ്റീഷനിലൂടെയാണ് നമ്മൾ ഉപബോധ മനസ്സിലേക്ക് ഒരു മെസ്സേജ് കൊടുക്കുന്നത്. ഒരു ഗോളിനെ കുറിച്ച് ഒരു 17 സെക്കൻഡ് ചിന്തിച്ചാൽ തന്നെ അവിടെ അത്രയും ആ സമയം മുഴുവൻ നമ്മൾ അതിലേക്ക് മാത്രം ഫോക്കസ് കൊടുക്കണം. അത് മാനിഫെസ്റ്റേഷൻ നടക്കും. എല്ലാ ദിവസവും എഴുതുന്ന അത്രയും സമയം നമ്മുടെ ചിന്ത മുഴുവൻ ഇത് നേടിക്കഴിഞ്ഞു എന്നുള്ള ചിന്തയിൽ നമ്മൾ എഴുതും. ഇഡിയോമോട്ടോർ ന്യൂറോൺസ് എന്ന് പറയും. നമ്മളിങ്ങനെ എഴുതുമ്പോൾ ആ ഒരു ന്യൂറോൺസ് കറക്റ്റായിട്ട് വർക്ക് ചെയ്യും. ഇത് ഈ ഒരു മെസ്സേജ് സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് പോകും. എൻ്റെ ലൈഫ് എങ്ങനെയാകണം എന്ന് ഞാൻ സ്ക്രിപ്റ്റ് ചെയ്ത് എഴുതി വെച്ചു. ആ ഡ്രീം ലൈഫിലാണ് ഞാൻ ഇന്ന് ജീവിക്കുന്നത്. ഇന്ന് ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്ന എൻ്റെ ഒരു ബില്ലനെയർ ലൈഫുണ്ട്. നാളെ ആ ലൈഫിലേക്ക് ഞാൻ എത്തുന്ന ദിവസം അകലെയല്ല. ഏതു നേരവും നെഗറ്റീവ് അടിച്ച്, എപ്പോഴും ഭർത്താവിനോട് വഴക്ക്, പിള്ളേരെ പറക്കിയിട്ട് അടിക്കുന്നു, വീട്ടിലൊരു സ്വസ്ഥതയില്ല, സമാധാനം, ആൾക്കാരുടെ കുറ്റം പറച്ചിൽ, ആ കുടുംബം ക്ഷയിച്ചുകൊണ്ടിരിക്കും. നേരെ മറിച്ച് ഒരു വീട്ടമ്മ എപ്പോഴും നല്ല പോസിറ്റീവ്, എല്ലാവരെ കുറിച്ച് നല്ലത് മാത്രം ചിന്തിക്കുന്നു, ആൾക്കാരുടെ കുറ്റങ്ങളും കുറവുകളും പറച്ചിലും എല്ലാവർക്കും നല്ലത് വരണമെന്നുള്ളൊരു ചിന്ത, എപ്പോഴും ആ ഒരു പോസിറ്റീവായിട്ടിരിക്കുന്ന ഐശ്വര്യമുള്ളൊരു സ്ത്രീയാണെങ്കിൽ ആ കുടുംബം തീർച്ചയായിട്ടും അനുനിമിഷം സക്സസിലേക്ക് പോകും. ഒരു സ്ത്രീക്ക് ഒരു കുടുംബത്തെ സ്വർഗമാക്കാനും പറ്റും, നരകമാക്കാനും പറ്റും. എൻ്റെ ജീവിതത്തിൽ എന്നെ ഏറ്റവും കൂടുതൽ ദ്രോഹിച്ചൊരു വ്യക്തിയുണ്ട്. ആ വ്യക്തിയോടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഗ്രാറ്റിറ്റ്യൂഡ് അഥവാ നന്ദിയുള്ളത്. നമുക്ക് തന്ന ആ ദ്രോഹം, ആ വേദന, ആ വിഷമം, അത് മതി എനിക്ക് മുന്നോട്ട് പോകാനുള്ള ആ ഇന്ധനം എനിക്കതാ. ചിലർ ലൈഫിലൊരു പ്രശ്നം വരുമ്പോൾ ആകെ തകർന്നടിഞ്ഞ് എനിക്കിനി മുന്നോട്ട് പോകാൻ പറ്റൂല എന്ന് ചിന്തിക്കും. തിരിച്ചൊന്ന് ചിന്തിച്ചു നോക്കിയേ, ഒരു ഫീനിക്സ് പക്ഷി പോലെ ചാരത്തിൽ നിന്ന് ഞാൻ പറന്നുയരുമെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ലോകം നാളെ നമുക്ക് വേണ്ടി കൈയിടിക്കുന്ന ദിവസം അകലെയല്ല. ഹലോ എവ്രിവൺ, വെൽക്കം ടു ദ ഷോ. നമ്മുടെ ജീവിതത്തിൽ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് പവർ ഓഫ് മാനിഫെസ്റ്റേഷൻ. മാനിഫെസ്റ്റ് ചെയ്ത് ഞാൻ ജീവിത വിജയം നേടി, എനിക്ക് ആഗ്രഹമുള്ള കരിയർ തിരഞ്ഞെടുത്തു, എനിക്ക് ആവശ്യമുള്ള പണത്തെ അട്രാക്ട് ചെയ്തു, ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും കേൾക്കാറുണ്ട്. പക്ഷേ ഞാനടക്കമുള്ള പലരും പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, പക്ഷേ എങ്ങനെയാണ് മാനിഫെസ്റ്റ് ചെയ്യുക, എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇത്തരം സംശയങ്ങൾ നിങ്ങൾക്കും ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഈ എപ്പിസോഡ് കാണണം. നമുക്ക് സ്വാഗതം ചെയ്യാം സുജ ആർ മോഹൻ, മൈൻഡ് പവർ ട്രെയിനർ ആൻഡ് ലൈഫ് കോച്ച്. വെൽക്കം ടു ദ ഷോ ചേച്ചി. താങ്ക് യു. ആദ്യ കാലഘട്ടങ്ങളിൽ എനിക്കൊരു ഭയങ്കര സംശയം ഉണ്ടായിരുന്നു, മാനിഫെസ്റ്റ് ചെയ്യൂ എന്ന് പറയുമ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യം. അപ്പോൾ ഇങ്ങനെ ചോദിക്കുന്ന ആളോട് അടിസ്ഥാനപരമായിട്ട് ചേച്ചി എന്തായിരിക്കും പറഞ്ഞു കൊടുക്കുക? നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം നേടിയെടുക്കാൻ പറ്റും. പലരും വിചാരിക്കുന്നത് ലൈഫില് നമുക്ക് ഇപ്പൊ പോകുന്ന ഈ മോശം അവസ്ഥയിലൂടെ തന്നെ നമ്മൾ ഇങ്ങനെ കടന്നു പോകേണ്ടി വരും എന്നുള്ളതാണ്. അവർക്ക് ഏറ്റവും വലിയ ഒരു ആശ്വാസമാണ് മാനിഫെസ്റ്റേഷൻ. ഇപ്പൊ കടബാധ്യതയിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയാണ്. ഈ കടബാധ്യത എല്ലാം തീർത്ത് അവർക്ക് ആഗ്രഹിക്കുന്ന അത്രയും സമ്പത്തിനെ നേടിയെടുക്കാൻ പറ്റും. അതുപോലെ ജീവിതത്തിൽ സന്തോഷമാണെങ്കിൽ, കുടുംബത്തിൽ സമാധാനമാണെങ്കിൽ, വീട് സ്വർഗതുല്യമായ മാറുന്ന അവസ്ഥയാണെങ്കിൽ, പരിപൂർണ്ണ ആരോഗ്യം എല്ലാം നേടിയെടുക്കാൻ പറ്റും. പലരും കരഞ്ഞ് ജീവിക്കുന്നവരുണ്ട്. ഞാൻ അവരോട് പറയാറുണ്ട്, നിങ്ങൾ എന്തിനാ കരയുന്ന, വിഷമിക്കുന്നത്? കാര്യം ജീവിതത്തിൽ എല്ലാം ഈസി ആൻഡ് എഫേർട്ട്ലെസ് ആയി നേടിയെടുക്കാൻ പറ്റുമെങ്കിൽ എന്തിനു നമ്മൾ സ്ട്രഗിൾ ചെയ്യണം? അപ്പൊ ആദ്യം നമ്മൾ ഈ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ സ്വപ്നങ്ങൾ നേടിയെടുക്കുക, സ്വപ്ന സാക്ഷാത്കാരം. ആദ്യം ആഗ്രഹം ഉണ്ടാകണം. ചിലർക്ക് ആഗ്രഹമേ ഇല്ല. കാര്യം എന്താ? അവര് ചിന്തിക്കുന്നു ഒന്നും നടക്കാൻ പോകുന്നില്ല, ഞാൻ ദൈവത്തോട് എത്ര പ്രാർത്ഥിച്ചു, ഞാൻ അമ്പലങ്ങളിൽ പോയി പ്രാർത്ഥിക്കുന്നുണ്ട്, നേർച്ച നേരുന്നുണ്ട്, ഞാൻ അത് ചെയ്തു, ഇത് ചെയ്തു, ഈ പൂജ ചെയ്തു, പക്ഷെ എനിക്കൊന്നും മാറ്റം വന്നില്ല. അപ്പോ എന്റെ ലൈഫിൽ അതൊന്നും നടക്കില്ല എന്ന് വിശ്വസിച്ചിരിക്കുന്നവരുണ്ട്. അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്കെല്ലാം നേടാൻ പറ്റുമെങ്കിൽ നമ്മൾ സ്ട്രഗിൾ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ ഇതിനെപ്പറ്റി ഒന്ന് പഠിക്കാനുള്ളൊരു മനസ്സിലേക്ക് എത്തുക. ചിലർക്ക് ഇതിലൊന്നും വിശ്വാസമില്ല. ഇവര് പറയും ഇതൊക്കെ പറ്റിപ്പാണ്, തട്ടിപ്പാണ്.
നമ്മുടെ മൈൻഡ് സെറ്റ് ആണ് പ്രധാനം. ആദ്യം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. നമുക്ക് ട്രൈ ചെയ്യുന്നതിന് പ്രത്യേകിച്ച് നമ്മള് പിന്നെ നഷ്ടമൊന്നും വരുന്നില്ല. ഞാൻ സ്റ്റുഡൻസിനോട് പറഞ്ഞു, മക്കളെ നിങ്ങൾ സ്വപ്നം കാണും. സ്വപ്നം കാണുന്നതിന് നമുക്ക് ടാക്സ് ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല. അപ്പോ കംപ്ലീറ്റ്ലി ബെഡ് റിഡൺ ആയിട്ട് കിടന്ന ഞാൻ ഇന്ന് പരിപൂർണ ആരോഗ്യത്തിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ അതൊരു മാനിഫെസ്റ്റേഷന്റെ പവറാണ്. കാര്യം എന്താ, നിരന്തരം വേണ്ടതെന്തോ അത് മനസ്സിൽ ചിന്തിച്ചു, ഇന്ന് അത് മാനിഫെസ്റ്റ് ആയി. മാനിഫെസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിൽ ഇത് സ്വപ്നം കാണുക, വിഷ്വലൈസ് ചെയ്യുക എന്നുള്ളത് മാത്രമാണോ? അല്ല അല്ല, നമുക്ക് ആദ്യം വേണ്ടെന്ന് ഒരു നേടിയെടുക്കണം എന്നുള്ളൊരു ആഗ്രഹം. അപ്പൊ ആ ആഗ്രഹം നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോ നമ്മൾ നിരന്തരം അതിനെപ്പറ്റി ചിന്തിക്കും. ചിന്തിക്കുമ്പം അതിനുള്ള വഴികൾ നമുക്ക് തെളിഞ്ഞു വരും. ഒരു വ്യക്തി ജോലി ഇല്ലാതെ കിടന്ന് കഷ്ടപ്പെടുകയാണ്, ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്, നിരവധി ഇന്റർവ്യൂസ് അറ്റൻഡ് ചെയ്തു, പക്ഷെ ഒന്നിലും കിട്ടുന്നില്ല. അപ്പൊ സ്വയം ചിന്തിക്കുകയാണ്, ഞാൻ ഭാഗ്യം കെട്ടവനാണ്, ഞാൻ എവിടെ പോയാലും എന്നെ റിജക്ട് ചെയ്യും, എനിക്ക് കിട്ടില്ല. ഇതാണ് നിരന്തരം ചിന്തിക്കുന്നതെങ്കിൽ യെസ്, അങ്ങനെ തന്നെ ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് അത് തന്നെ സംഭവിക്കും. നേരെ മറിച്ച് തിരിച്ച് ഓരോ ഇന്റർവ്യൂവിന് പോകുമ്പോഴും ഇതൊക്കെ ഞാൻ ഭംഗിയായിട്ട് ക്രാക്ക് ചെയ്യും എന്ന് നിരന്തരം ചിന്തിച്ചുകൊണ്ട് മനസ്സിൽ വേണ്ടത് ആ ഒരു എപ്പോഴും ചിലർ പറയാം, ഞാൻ എത്ര പ്രാവശ്യം പോസിറ്റീവ് ചിന്തിച്ചുകൊണ്ട് പോയിട്ട് എനിക്ക് നടന്നിട്ടില്ല എന്ന് പറയും. ഒരു പ്രാവശ്യമല്ല, 2 പ്രാവശ്യം, അത് കിട്ടുന്നിടം വരെ അതിന്റെ പുറകെ ആ ഒരു പോസിറ്റീവ് ചിന്ത. പലരും ഇടയ്ക്കിടയ്ക്ക് ആ പോസിറ്റീവ് ചിന്തിക്കും, പക്ഷെ മനസ്സിന്റെ അവരുടെ ഒരു ഡീപ്പർ മൈൻഡ് മൊത്തം ഡൗട്ടായിരിക്കും. നടക്കൂ എന്നുള്ളൊരു സംശയം. ഈ പോസിറ്റീവും നെഗറ്റീവും ചേരുമ്പോൾ നടക്കാതെ പോകും. അപ്പൊ അവർ പറയും മാനിഫെസ്റ്റേഷൻ നടക്കുന്നില്ല. അതാണ് മെയിൻ പ്രശ്നം. ഇപ്പൊ യൂട്യൂബിൽ നോക്കിയിട്ട് ഏതെങ്കിലുമൊക്കെ വീഡിയോ കണ്ടിട്ട് ചില ടെക്നിക്കൊക്കെ ചെയ്ത് നോക്കും. ചിലപ്പം നടക്കും, ചിലപ്പം നടക്കത്തില്ല. നമ്മുടെ മൈൻഡ് സെറ്റും കൂടെ കറക്റ്റ് ചെയ്ത് ഇതിനെക്കുറിച്ച് നമുക്കൊരു വിശ്വാസമുണ്ട്, ബിലീഫോട് കൂടി നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏത് ഗോളും അച്ചീവ് ചെയ്യാൻ പറ്റും. ചില ആളുകള് ഞാനിങ്ങനെ ബുക്കിലൊക്കെ ഒരുപാട് എഴുതി വെക്കുന്ന കാണാറുണ്ട്. ഐ എം കോൺഫിഡന്റ്, ഐ എം ബ്ലെസ്ഡ്, ഐ എം ബ്ലിസ്ഫുൾ എന്നൊക്കെ പറഞ്ഞിട്ട്. ഇത് എഴുതി വെക്കുന്ന എന്തുകൊണ്ടായിരിക്കും? ചിലപ്പോൾ 100 തവണയൊക്കെ അതേ കാര്യം എഴുതിയിട്ടുണ്ടാവും. അത് മാനിഫെസ്റ്റേഷൻ തന്നെയാണോ? അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? അതായത് പണ്ട് നമ്മള് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് തറ, പറ, പന, പദ നമ്മൾ ആവർത്തിച്ചു പറയുകയും എഴുതി എഴുതി എഴുതി. ശരിയാണ്. റെപ്പറ്റീഷനിലൂടെയാണ് നമ്മൾ ഉപബോധ മനസ്സിലേക്ക് ഒരു മെസ്സേജ് കൊടുക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, എല്ലാ ദിവസവും ഇതിനെക്കുറിച്ച് ഇങ്ങനെ എഴുതുമ്പോൾ നമ്മൾ നിരന്തരം ചിന്തിക്കണം. ഒരു ഗോളിനെ കുറിച്ച് ഒരു 17 സെക്കൻഡ് ചിന്തിച്ചാൽ തന്നെ അവിടെ അത്രയും ആ സമയം മുഴുവൻ നമ്മൾ അതിലേക്ക് മാത്രം ഫോക്കസ് കൊടുക്കണം. അത് മാനിഫെസ്റ്റേഷൻ നടക്കും. നമുക്കൊരു 60 സെക്കൻഡ് ഒക്കെ ചിന്തിക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അത് സൂപ്പറാണ്. എല്ലാ ദിവസവും നമ്മൾ ഇത് ഇപ്പോൾ 11x11 ടെക്നിക്ക് 11 പ്രാവശ്യം 11 ദിവസം എഴുതുന്നു. എല്ലാ ദിവസവും ആ എഴുതുന്ന അത്രയും സമയം നമ്മുടെ ചിന്ത മുഴുവൻ ഇത് നേടിക്കഴിഞ്ഞു എന്നുള്ള ചിന്തയിൽ നമ്മൾ എഴുതുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇഡിയോമോട്ടോർ ന്യൂറോൺസ് എന്ന് പറയും. നമ്മളിങ്ങനെ എഴുതുമ്പോൾ ആ ഒരു ന്യൂറോൺസ് കറക്റ്റായിട്ട് വർക്ക് ചെയ്യും. ഈ ഒരു മെസ്സേജ് സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് പോകും. സബ് കോൺഷ്യസ് മൈൻഡിൽ അത് പതിഞ്ഞു കഴിഞ്ഞാൽ അത് റിയാലിറ്റി ആകാൻ തുടങ്ങും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ വിശ്വാസത്തോടെ എഴുതുന്നത് വളരെ നല്ലതാണ്. നമ്മൾ അഫർമേഷൻ, പലരും ചോദിക്കാണ്ട് അഫർമേഷൻ പറയുകയാണോ നല്ലത്, എഴുതുകയാണോ നല്ലത്? എല്ലാം നല്ലത് തന്നെയാണ്. എഴുതുന്നത് കൂടുതൽ എഫക്റ്റീവ്. ഞാൻ ഈ മാനിഫെസ്റ്റേഷനിലേക്ക് വരുന്ന സമയത്ത് എൻ്റെ ലൈഫ് എങ്ങനെയാകണം എന്ന് ഞാൻ സ്ക്രിപ്റ്റ് ചെയ്ത് എഴുതി വെച്ചു. അതായത് സ്ക്രിപ്റ്റ് എഴുതി വെച്ചു. സ്ക്രിപ്റ്റ് എഴുതി വെച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ജീവിതം എങ്ങനെയായി തീരണം. അതായത് നമ്മുടെ ലൈഫ് നമുക്ക് മുൻകൂറായിട്ട് തീരുമാനിക്കാൻ പറ്റും. അപ്പൊ ഞാൻ ഇതുപോലെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ലൈഫ് കോച്ചായി മാറി, ഞാൻ ഇന്ന് ഒരുപാട് പേരുടെ ലൈഫിൽ ട്രാൻസ്ഫോർമേഷൻ വരുത്തുന്നു, ഞാൻ ഇത്ര 50 ലക്ഷത്തിന്റെ ഞാൻ വീട് വെച്ചു, ഞാൻ വീട്ടിലെ സന്തോഷ സമാധാനം ഇട്ട് താമസിക്കും, ഇങ്ങനെ വേണ്ടതെന്തോ അത് എഴുതി വെച്ചു. ശരിക്കും ആ സ്ക്രിപ്റ്റിലാണ്, ആ എഴുതി വെച്ച സ്ക്രിപ്റ്റിലാണ് ഞാൻ ഇന്ന് ജീവിക്കുന്നത്. അതായത് ആ ഡ്രീം ലൈഫിലാണ് ഞാൻ ഇന്ന് ജീവിക്കുന്നത്. ഇന്ന് ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്ന എൻ്റെ ഒരു ബില്ലനെയർ ലൈഫുണ്ട്. വീണ ഒരു ദിവസം വീട്ടിൽ വരുമ്പോൾ എടുത്ത് കാണിച്ചു, നാളെ ആ ലൈഫിലേക്ക് ഞാൻ എത്തുന്ന ദിവസം അകലെയല്ല. അതാണ് മാനിഫെസ്റ്റേഷന്റെ പവർ എന്ന് പറയുന്നത്. നമുക്ക് എന്തു വേണം നമ്മളത് കൃത്യമായിട്ട് എഴുതി വെക്കുക. എഴുതി വെക്കുമ്പോ എന്താ, നമ്മൾ മനസ്സിൽ ചിന്തിക്കുന്നുണ്ടോ എനിക്ക് ഇന്നത് വേണം, ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ആഗ്രഹം മാറും. ഇപ്പം വീണയ്ക്ക് തോന്നുകയാണ് ഒരു ബെൻസ് കാർ കാണുമ്പോ ബെൻസ് അടിപൊളി, എനിക്ക് ബെൻസ് മാനിഫെസ്റ്റ് ചെയ്യണം. കുറച്ച് കഴിയുമ്പോഴായിരിക്കും വേറൊരു BMW കാണുന്നത്. അപ്പോൾ BMW കാറ് കാണുമ്പോൾ വീണയ്ക്ക് തോന്നുകയാണ് BMW ആണ് നല്ലത്, എനിക്ക് അത് വേണം. അപ്പോൾ എന്ത് ചെയ്യും, യൂണിവേഴ്സ് നമുക്ക് ബെൻസ് തരാനുള്ള വഴികൾ ഒരുക്കുമ്പോൾ നമ്മുടെ മനസ്സ് BMW പോയി. ഇങ്ങനെ നമ്മൾ മനസ്സിൽ ചിന്തിക്കുന്ന കാര്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് മാറ്റിക്കൊണ്ടിരിക്കും. നേരെ മറിച്ച് നമ്മൾ അത് എഴുതി വെച്ച് യൂണിവേഴ്സിനോട് പറയണം, യൂണിവേഴ്സ് എനിക്ക് ഇന്നതാണ് വേണ്ടത്. അവിടെ ക്ലാരിറ്റി ഉണ്ട്. ഇഫ് ഇറ്റ് ഈസ് നോട്ട് ഇൻ പേപ്പർ ഇറ്റ് ഈസ് ഇൻ വേപ്പർ എന്ന് പറയും. എഴുതി വെക്കുമ്പോൾ അതിനൊരു ക്ലാരിറ്റി വന്നു. അപ്പൊ യൂണിവേഴ്സിന് അറിയാം, വീണയ്ക്ക് വേണ്ടത് ഇന്നതൊക്കെയാണ്. അപ്പോൾ നമ്മുടെ ഫ്രീക്വൻസി അതിന് മാച്ച് ആകുമ്പോൾ ഓരോന്നും നമ്മളിലേക്ക് വരാൻ വന്നു തുടങ്ങും. മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് മുഴുവൻ മനസ്സ് മാത്രമാണോ?
ഇനി പല ആൾക്കാർ പറയില്ലേ മനസ്സെന്ന് പറയുന്ന ഒരു സാധനം ഇല്ല, അങ്ങനെ അത് ഇങ്ങനെ വെച്ചാൽ നമ്മുടെ ഒരു ഓർഗൻ എടുത്തു കഴിഞ്ഞാൽ മനസ്സെന്ന് പറഞ്ഞ ഒരു ഓർഗൻ ഇല്ല. അപ്പൊ പിന്നെ അങ്ങനെ ഒരു സാധനം ഇല്ല എന്ന് പറയുന്നിടത്ത് മനസ്സിനെ നിങ്ങൾ ഇങ്ങനെ നിയന്ത്രിക്കൂ, നിങ്ങളുടെ മനസ്സുകൊണ്ട് എത്രമാത്രം വിജയങ്ങൾ കൈവരിക്കാം എന്ന് പറയുമ്പോഴത്തേക്കും അതിനകത്തൊരു വൈരുദ്ധ്യാത്മകതയുണ്ട്. അതെ, നമ്മുടെ ആ ഒരു തോട്ട് പ്രോസസ് മെയിൻ ആയിട്ട് അതാണ്. അതായത് നമുക്ക് നമ്മുടെ ചിന്തകള് സ്വാഭാവികമായിട്ട് നമ്മൾ പറയാറുണ്ട്, നിങ്ങൾ നെഗറ്റീവ് ചിന്തിച്ചാൽ നിങ്ങൾക്ക് ലൈഫിൽ നെഗറ്റീവ് വരും, പോസിറ്റീവായിട്ട് ചിന്തിക്കുക. എപ്പോഴും എല്ലാവരും പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യം, നീ പോസിറ്റീവായിട്ട് ചിന്തിക്കും, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയാം, എന്തിനേ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയുന്നത്. അപ്പം നമ്മൾ ആ പോസിറ്റിവിറ്റിയിലേക്ക് ഫോക്കസ് കൊടുക്കും. മിക്കവരും ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ ലൈഫിൽ കുറേയധികം പ്രശ്നങ്ങൾ കാണും, അതിനെപ്പറ്റി എപ്പോഴും ചിന്തിച്ച് അത് ഓർത്ത് കരഞ്ഞ് വിഷമിച്ച് ജീവിക്കുന്നവരുണ്ട്. നേരെ മറിച്ച് നമുക്ക് വേണ്ടതെന്തോ അതിലേക്ക് ഫോക്കസ് കൊടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് നേടിയെടുക്കാൻ പറ്റില്ല. അപ്പൊ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുക്കുന്നതിന് പകരം എന്ത് നമുക്ക് വേണം അതിലേക്ക് ഫോക്കസ് കൊടുത്ത് നമ്മുടെ നേടിയെടുക്കാനുള്ള കാര്യങ്ങളെ പറ്റി നിരന്തരം ചിന്തിക്കുക എന്നുള്ളതാണ്. അപ്പം നമ്മുടെ ആ ഒരു ശരിക്കും വീണയെ പറഞ്ഞതുപോലെ മനസ്സിനെ കുറിച്ച് നമ്മൾ സയന്റിഫിക് സ്റ്റഡി നടത്തുമ്പോൾ അങ്ങനെ നമുക്കൊരു ഓർഗനോ ഒന്നും കണ്ടെത്താൻ പറ്റിയിട്ടില്ല. പക്ഷെ നമ്മൾ ഈ ഒരു രീതിയിൽ നമ്മുടെ തോട്ട് പ്രോസസ്സിനെ നമ്മൾ ആ ഒരു രീതിയിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചിന്തിക്കുന്നോ അതായിത്തീരാൻ പറ്റും. ചേച്ചിയുടെ ഇത്രയും കാലത്തിനുള്ള കരിയറിനിടയിൽ ഏറ്റവും അതിഭീകരമായിട്ടൊരു മാറ്റം വന്നു എന്ന് ചേച്ചിക്ക് ഭയങ്കര സന്തോഷം തോന്നിയ ഒരു സ്റ്റുഡന്റ് ഉണ്ടാവില്ലേ? അതാരാണെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ആ കഥ എന്താണെന്ന് ചോദിച്ചാൽ എന്തായിരിക്കും പറയുക? അതായത് ഒരു സ്റ്റുഡന്റ് ആളുടെ ഹസ്ബൻഡുമായിട്ട് റിലേഷൻഷിപ്പിൽ ഭയങ്കരമായിട്ടുള്ള പ്രശ്നം, ഏകദേശം ഒരു 20-25ഓളം വർഷങ്ങളായിട്ടുള്ള പ്രശ്നം. ആ പുള്ളിക്കാരി നമ്മുടെ ക്ലാസ്സിലേക്ക് വരുമ്പോൾ എന്നോട് പറഞ്ഞ ഹസ്ബൻഡ് പട്ടാളക്കാരനാണ്, വീട്ടില് രണ്ടുപേരും കീരിയും പാമ്പും പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഹസ്ബൻഡ് ഒന്ന് പറയുന്നു, വൈഫ് തിരിച്ചു പറയുന്നു, വീട്ടിൽ അടി പ്രശ്നങ്ങൾ. അങ്ങനെ ഈ ക്ലാസ്സിൽ പങ്കെടുത്തു. പുള്ളിക്കാരി അത്രയും നെഗറ്റീവായിരുന്നു. ക്ലാസ്സിൽ പങ്കെടുത്ത് ഫുൾ ടൈം പോസിറ്റീവിലേക്ക് എത്തി. ഹസ്ബൻഡ് ഇങ്ങോട്ട് എന്തെങ്കിലും പറഞ്ഞാലും പണ്ട് തിരിച്ച് 10 അങ്ങോട്ട് പറയുന്ന ആള് ഹസ്ബൻഡിനോട് വളരെ പോസിറ്റീവായിട്ട് പെരുമാറാൻ തുടങ്ങി. അപ്പൊ ഈ നെഗറ്റീവായ ഹസ്ബൻഡും പോസിറ്റീവായി മാറാൻ തുടങ്ങി. അങ്ങനെ എന്ത് സംഭവിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാല് ഹസ്ബൻഡുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഇമ്പ്രൂവ് ആയി, വീട് സ്വർഗതുല്യമായി മാറി. പുള്ളിക്കാരിക്ക് ആ ഒരു പോസിറ്റീവ് തിങ്കിങ്ങിലൂടെ തന്നെ ഒരു ബിസിനസ്സിലേക്ക് എത്താൻ കഴിഞ്ഞു. ഇന്ന് ബിസിനസ് ചെയ്ത് മാസം, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2-2.5 ലക്ഷം രൂപയിലധികം പെർ മന്ത് ഏൺ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതുപോലെ ഏതൊരു മനുഷ്യനും ജീവിതത്തിൽ എത്ര കഷ്ടപ്പാടിലൂടെയാണ്, ബുദ്ധിമുട്ടിലൂടെയാണ് കടന്നത്, എന്ത് പ്രശ്നങ്ങളായിക്കോട്ടെ, അവർക്ക് അവരുടെ ആ ഒരു മനഃശക്തി ഉപയോഗിച്ചുകൊണ്ട് കയറി വരാമെന്നുള്ളതാണ്. പല സ്ത്രീകളും ഉണ്ട്, അവർ വീട്ടമ്മമാരായിട്ടിരിക്കണം, എല്ലാത്തിനും ഭർത്താവിന്റെ മുന്നിൽ കൈനീട്ടേണ്ടി വരുന്നൊരവസ്ഥ, എന്ത് കാര്യത്തിന്. അപ്പൊ അവർ സ്വയം ചിന്തിക്കുകയാണ്, എനിക്കൊരു വരുമാനം ഉണ്ടാക്കണം. അപ്പൊ ഇന്ന് ഇന്റർനെറ്റ് ഇത്രയും പോപ്പുലർ ആയിരിക്കുന്ന സമയത്ത് ഒരു വരുമാനം ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഈസി ആയിട്ട് പറ്റുന്നൊരു കാര്യമാണ്. നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കണം. എനിക്ക് വലിയ വിദ്യാഭ്യാസമില്ല, എന്നെ കൊണ്ട് പറ്റൂല, എനിക്കത് അറിഞ്ഞൂടാ. നമുക്ക് എക്സ്ക്യൂസസ് പറയാം. പരാജിതന്റെ കയ്യിൽ ഒരു നീണ്ട ലിസ്റ്റ് ഉണ്ടാവും. ഈ റീസൺ കൊണ്ട് ഞാൻ പരാജയപ്പെട്ടു. വിജയിച്ചവന്റെ കയ്യിൽ ഒരൊറ്റ ലിസ്റ്റേ ഉണ്ടാവുള്ളൂ, എനിക്ക് വിജയിക്കണമായിരുന്നു, ഞാൻ വിജയിച്ചു. അതാണ് ഞാൻ കുറച്ച് പറഞ്ഞ ആ ബേണിംഗ് ഡിസയർ നമുക്ക് വേണം. ഏതൊരു മനുഷ്യനും ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ ബേണിംഗ് ഡിസയർ വേണം. അപ്പൊ ലൈഫിൽ ചിലർ പറഞ്ഞു ഭയങ്കര മോശം അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പൊ ഞാൻ പറയുന്നൊരു കാര്യമുണ്ട്, മോശം അവസ്ഥയാണ് ഏറ്റവും നല്ലത്. ബാഡ് ടൈം ഈസ് ദ ബെസ്റ്റ് ടീച്ചർ എന്നാ പറയാം. നിങ്ങളുടെ ലൈഫിൽ പ്രശ്നങ്ങളുണ്ടോ, നിങ്ങൾക്ക് വളരാനുള്ള ഏറ്റവും വളക്കൂറുള്ള മണ്ണാ അത്. ആ പ്രശ്നങ്ങളെ നിങ്ങൾ ഇന്ധനമാക്കി എടുത്തുകൊണ്ട് മുന്നോട്ട് പോകണം. പലരും എന്നോട് ചോദിക്കുക, എപ്പോഴും ഈ ചക്കചകയാന്ന് ഈ 24 hours ഈ ഹാപ്പിനെസ് ഇരിക്കുന്നത് എന്തുകൊണ്ട്? എനിക്കും അതുപോലെ സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട് വേണം. ഞാൻ എൻ്റെ സ്റ്റോറി ഒന്നും പബ്ലിക്കലി പറഞ്ഞിട്ടില്ല, കാര്യം ചിലപ്പോൾ അതൊക്കെ പലരെയും ഹേർട്ട് ചെയ്യും. എനിക്ക് ഒരാളെ, ഒരു എറുമ്പിനെ പോലും വേദനിപ്പിക്കണം എന്ന് എനിക്ക് ആഗ്രഹമില്ല. അപ്പൊ അത്രയേറെ ജീവിതത്തിൽ കിടന്ന് നരകിച്ചിട്ടുള്ള വ്യക്തിയാണ് ഞാൻ. അപ്പോൾ ആ ദുരനുഭവങ്ങൾ നമ്മുടെ മനസ്സിൽ കിടപ്പുണ്ട്. അപ്പോൾ ചെറുപ്പം മുതലേ നമുക്ക് അങ്ങനെ സ്നേഹമൊക്കെ തന്ന് പാമ്പർ ചെയ്തല്ല പേരൻസ് വളർത്തി. അപ്പോൾ ഒരുപാട് അങ്ങനെയുള്ള ചൈൽഡ്ഹുഡ് ഇഷ്യൂസ്, അതിനുശേഷം അനുഭവിക്കേണ്ടി വന്ന ഒരുപാട് പ്രശ്നങ്ങൾ ജീവിതത്തിൽ മനുഷ്യർ ചവിട്ടി തേച്ചിട്ടുണ്ട്, മുമ്പിൽ വന്ന് കാർക്കിച്ച് തുപ്പിയിട്ടുണ്ട്. അപ്പോൾ അത്തരം ദുരനുഭവങ്ങൾ വരുമ്പോൾ എന്താ, ഇനി എന്ത് ചെയ്തിട്ടാണേലും ഞാൻ എൻ്റെ ലൈഫിൽ വിജയിച്ചേ ഞാൻ അടങ്ങൂ, ഒരു പരാജിതയെ പോലെ തലയും കുമ്പിട്ട് ഈ ഭൂമിയിൽ നിന്ന് പോകാൻ എനിക്ക് മനസ്സില്ല എന്ന് ഞാൻ എന്നോട് തന്നെ പറഞ്ഞു. അതിനുവേണ്ടി നിരന്തരം വർക്ക് ചെയ്ത് ഇന്ന് ഇവിടം വരെ എത്തി. ഇനി മുമ്പോട്ട് പോകാനും അവസാന ശ്വാസം വരെ മുന്നോട്ട് പോകാൻ എനിക്ക് ആ ഇന്ധനം മതി. എനിക്ക് ചുറ്റും നിന്ന് കളിയാക്കുന്നവരുണ്ടാവും, നമ്മളെ നെഗറ്റീവ് പറയുന്നവരുണ്ട്. അപ്പൊ നമ്മുടെ തന്നെ വീഡിയോസ് പലതും എടുത്തെങ്കിൽ പലരും നെഗറ്റീവ് പറയും. ഞാൻ അതെല്ലാം കാണുന്നുണ്ട്. പക്ഷെ ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കാര്യം എന്താണ്, നാളെ അവരെയും ആ ഒരു പോസിറ്റീവിലേക്ക് വരട്ടെ. പോസിറ്റീവായിട്ടുള്ള ആൾക്കാർ ആരെയും കല്ലെറിയാനും ആരെയും നെഗറ്റീവ് പറയാനും നെഗറ്റീവ് കമന്റ് ഇടാനും ഒന്നും പോവില്ല. എപ്പോഴും പോസിറ്റീവായിട്ടുള്ള ആൾക്കാർ എല്ലാവരിലെയും നന്മയെ മാത്രമേ കാണൂ. ഒരാളെ വിമർശിക്കുന്നതിന് മുമ്പ് ഇവരിൽ എന്തെങ്കിലും സത്യം ഉണ്ടോ,
എന്ന് തിരക്കും. അപ്പോൾ ആ നെഗറ്റീവ് മൈൻഡ് സെറ്റ് മാറി അവരും പോസിറ്റീവിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവർക്കും ലൈഫിൽ സക്സസ്ഫുൾ ആകാൻ പറ്റും. സക്സസ് എന്ന് പറയുന്നത് ഒരുപാട് പൈസ ഉണ്ടാക്കൽ മാത്രമല്ല, നമുക്ക് ആ പോസിറ്റീവ്, അതായത് നമുക്ക് എപ്പോഴും നല്ല സന്തോഷമായിട്ടിരിക്കാൻ പറ്റണം, നമുക്ക് നല്ല മനസ്സമാധാനം വേണം, കുടുംബത്തിലൊരു ഐശ്വര്യം വേണം. ഇപ്പോൾ ഒരു വീട്ടമ്മ ഏതു നേരവും നെഗറ്റീവ് അടിച്ച് എപ്പോഴും ഭർത്താവിനോട് വഴക്ക്, പിള്ളേരെ പറക്കിയിട്ട് അടിക്കുന്നു, വീട്ടിലൊരു സ്വസ്ഥതയില്ല, സമാധാനം, ആൾക്കാരുടെ കുറ്റം പറച്ചിൽ, ആ കുടുംബം ക്ഷയിച്ചുകൊണ്ടിരിക്കും. നേരെ മറിച്ച് ഒരു വീട്ടമ്മ എപ്പോഴും നല്ല പോസിറ്റീവ്, എല്ലാവരെ കുറിച്ച് നല്ലത് മാത്രം ചിന്തിക്കുന്നു, ആൾക്കാരുടെ കുറ്റങ്ങളും കുറവുകളും പറച്ചിൽ എല്ലാവർക്കും നല്ലത് വരണമെന്നുള്ളൊരു ചിന്ത, എപ്പോഴും ആ ഒരു പോസിറ്റീവായിട്ടിരിക്കുന്ന ഐശ്വര്യമുള്ളൊരു സ്ത്രീയാണെങ്കിൽ ആ കുടുംബം തീർച്ചയായിട്ടും അനുനിമിഷം സക്സസ്സിലേക്ക് പോകും. അപ്പോൾ വീട്ടിലിരിക്കുന്ന സ്ത്രീകളായിട്ടുള്ള നമ്മൾ ഓരോരുത്തരും, ഞാൻ പറയാറുണ്ട്, നമ്മുടെ ക്ലാസ്സിൽ വരുന്ന ഓരോരുത്തരുണ്ട്, നമ്മൾ ഓരോരുത്തരും മഹാലക്ഷ്മിമാരാണ്. നമ്മളെന്ന വ്യക്തിയെ ഡിപ്പെൻഡ് ചെയ്താണ് ഹസ്ബൻഡും മക്കളും ഇൻലോസും, വീട്ടിൽ ആരൊക്കെയുണ്ട് അവരൊക്കെ ഇരിക്കുന്നത്. ആ വീട്ടിൽ ഒരു സ്ത്രീ മാറിയാൽ ആ വീട് സ്വർഗമാവും. ഒരു സ്ത്രീക്ക് ഒരു കുടുംബത്തെ സ്വർഗമാക്കാനും പറ്റും, നരകമാക്കാനും പറ്റും. ഇപ്പൊ ഞാനെന്ന് പറയുന്ന ഒരു വ്യക്തി മാറി, വീണൊന്ന് ആലോചിച്ച് നോക്ക്, ലക്ഷങ്ങളുടെ ലൈഫ് മാറി. നേരെ മറിച്ച് നമ്മൾ ആ മാറ്റത്തിലേക്ക് വന്നില്ലായിരുന്നുണ്ടെങ്കിൽ ലോകത്തിൽ ആ മാറ്റം കൊണ്ടുവരാൻ പറ്റില്ല. അപ്പൊ ആ ഒരു വ്യക്തി വിചാരിച്ചാൽ മതി, വീട്ടിൽ ഒരാൾ മാറിക്കഴിഞ്ഞാൽ ആ വീടിന്റെ ആ ഒരു പോസിറ്റീവ് എനർജി മാറുമ്പോൾ തന്നെ എല്ലാ സക്സസും നമ്മളിലേക്ക് വരും, പൈസയും എല്ലാ കാര്യങ്ങളും വരും. ചേച്ചി ഇപ്പൊ ചേച്ചി തന്നെ പറഞ്ഞില്ലേ, ചേച്ചിയെ ചവിട്ടി തേക്കാനും ചേച്ചിയെ കല്ലെടുത്തെറിയാനും ആളുകൾ ഉണ്ടായിരുന്നു എന്ന്. ആ ആളുകളുടെയൊക്കെ ഇന്നത്തെ മനോഭാവം എന്താണ്? അവരാരും ഇന്നും മാറിയിട്ടില്ല. അവരൊക്കെ ഇപ്പോഴും എൻ്റെ പിറകിൽ നിന്ന് എന്നെ കളിയാക്കി ചിരിക്കുകയും കുറ്റം പറയുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. നമ്മൾ മനസ്സിൽ പോലും കാണാത്ത കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു എന്ന് പറഞ്ഞു പരത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അവര് ഒരു സൈഡിൽ കൂടെ അവരിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക, സുജാർ മോഹൻ അടുത്ത സൈഡിൽ കൂടെ എന്റെ ലക്ഷ്യങ്ങൾ നേടിക്കൊണ്ടിരിക്കുക. അവരിങ്ങനെ പോകുമ്പോൾ അവർക്ക് ഇങ്ങനെ നോക്കിയാൽ കാണാൻ പറ്റില്ല, റോഡ് സൈഡിൽ ഇരിക്കണം 1010 സ്ക്വയർ ഫീറ്റിന്റെ വലിയ ഫ്ലെക്സ്, നിങ്ങൾക്ക് വിജയിക്കണോ ഞാനുണ്ട് കൂടെ എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോ എറിയുന്നവൻ എറിയട്ടെ, എറിയുന്നവൻ എന്നും എറിഞ്ഞുകൊണ്ടിരിക്കും, അവൻ അവന്റെ ജീവിതത്തില് എന്നും താഴ്ചയിലേക്ക് പോകും. ഈ അവരെറിയുന്ന സമയത്ത് നമ്മൾ അതും നോക്കി ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ട് വളരാൻ പറ്റത്തില്ല. ജീവിതത്തിൽ എല്ലാവർക്കും ഉണ്ട് ഇതുപോലുള്ള എക്സ്പീരിയൻസസ്, ഒരുപാട് മനുഷ്യരുണ്ടാവും. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ മനുഷ്യരാണ് നമ്മുടെ ലൈഫിൽ നമ്മളെ വളർത്തുന്നത്. എൻ്റെ ജീവിതത്തിൽ എന്നെ ഏറ്റവും കൂടുതൽ ദ്രോഹിച്ചൊരു വ്യക്തിയുണ്ട്. ആ വ്യക്തിയോടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഗ്രാറ്റിറ്റ്യൂഡ് അഥവാ നന്ദിയുള്ളത്. അവര് തന്ന ആ എക്സ്പീരിയൻസ് ആണ് ഇന്ന് വീണ ഞാൻ ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഐ എം ഓൾവേസ് ഗ്രേറ്റ്ഫുൾ ടു ഹർ. കാര്യം എന്താണ്, നമുക്ക് തന്ന ആ ദ്രോഹം, ആ വേദന, ആ വിഷമം, അത് മതി എനിക്ക് മുന്നോട്ട് പോകാനുള്ള ആ ഇന്ധനം എനിക്കതാ. അപ്പം നമ്മള് ഈ മോശം അനുഭവങ്ങളെ വളരാനുള്ള ഇന്ധനമാക്കി എടുക്കണം. ചിലർ ലൈഫിലൊരു പ്രശ്നം വരുമ്പോ ആകെ തകർന്നടിഞ്ഞ് എനിക്കിനി മുന്നോട്ട് പോകാൻ പറ്റൂല എന്ന് ചിന്തിക്കും. തിരിച്ചൊന്ന് ചിന്തിച്ചു നോക്കിയേ, ഒരു ഫീനിക്സ് പക്ഷെ പോലെ ചാരത്തിൽ നിന്ന് ഞാൻ പറന്നുയരുമെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ലോകം നാളെ നമുക്ക് വേണ്ടി കൈയടിക്കുന്ന ദിവസം അകലെയല്ല. സത്യമാണ്. പക്ഷെ അപ്പൊ എന്തുകൊണ്ടാണ് ചേച്ചിക്ക് അവരെ ഒന്ന് മാറ്റണം എന്നൊരു തോന്നൽ നമുക്കുണ്ടെങ്കിൽ അത് നടപടിയാവില്ല? അത് ഒരു വ്യക്തിക്ക് മാറണമെന്ന് അവനവന്റെ ഉള്ളിൽ നിന്ന് തോന്നാതെ ഒരാൾക്കും മാറാൻ പറ്റില്ല. നമ്മൾ ഒരാളെ ഫോഴ്സ് ചെയ്ത, ഇപ്പൊ ഒരുത്തന് മരത്തിൽ കയറാൻ ഒട്ടും താല്പര്യം, നമ്മൾ ഉന്തി മരത്തിൽ കയറി നമ്മൾ ഉന്തൽ എവിടെ നിർത്തുന്നു അവൻ അവിടെ നിൽക്കും. അതുപോലെ അവർക്ക് ആർക്കും താല്പര്യമില്ല. അവരുടെ വിചാരത്തിൽ അവര് പെർഫെക്റ്റ് ആണ്. അവർ വിചാരിക്കുന്ന എന്താണ്, ഞങ്ങൾക്ക് മാറേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ അവർക്ക് മാറാൻ താല്പര്യമില്ലേ, നമുക്ക് ആരെയും മാറ്റിയെടുക്കാൻ പറ്റില്ല. അപ്പോൾ എൻ്റെ ഉള്ളിൽ എനിക്ക് മാറണം എന്നുള്ളൊരു ചിന്ത വന്നതുകൊണ്ടാണ് ഞാൻ ആ പോസിറ്റിവിറ്റിയിലേക്ക് മാറിയത്. അപ്പോൾ ആളുകളെ നമ്മൾ ഫോഴ്സ് ചെയ്യാതെ, ചില ആൾക്കാർ കിടന്ന് ലൈഫിൽ നരയിക്കുകയും കഷ്ടപ്പെടുകയും ഒക്കെ ചെയ്യുന്ന കാണുമ്പോൾ നമുക്കത് സങ്കടം വരും. ദൈവമേ, ഇവർ ഇത്രയും മോശം അവസ്ഥയിലാണ്, അവരോട് പറഞ്ഞാൽ പോലും ഒരു കേൾക്കത്തില്ല. പിന്നെ ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യം, ഓരോരുത്തർക്കും മാറാൻ ഒരു സമയമുണ്ട്. നമ്മൾ അവരെ നിർബന്ധിച്ചത് കൊണ്ട് മാത്രം അവരിൽ ആ മാറ്റം വരില്ല. അവർക്ക് സ്വയം തോന്നി മാറണം എന്നുള്ളൊരു ചിന്ത അവരുടെ ഉള്ളിലേക്ക് വന്ന് അവർ കറക്റ്റായിട്ട് പ്രാക്ടീസ് ചെയ്യുമ്പോൾ അവരുടെ ലൈഫ് മാറും. മനസ്സിലായി. ഈ മൈൻഡ് പവറിന്റെ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യൂ എന്ന് പറയുമ്പോഴത്തേക്കും ആളുകൾക്ക് പലർക്കും ഒരു മടി ഉണ്ടാവും. എന്തോ കൗൺസിലിങ്ങിന് പോകുന്നു, വളരെ മോശമാണ് എന്ന് ചിന്തിക്കുന്നത് പോലെ തന്നെ മൈൻഡ് പവറോ, അയ്യോ അതൊക്കെ ആളുകൾ അറിഞ്ഞാൽ നാണക്കേടാണ്, വേണ്ട എന്ന് ചിന്തിക്കുന്നവരുണ്ടാവും. അങ്ങനെയുള്ള ആളുകളോട് ചേച്ചിക്ക് എന്താ പറഞ്ഞു കൊടുക്കാനുള്ളത്? നമ്മൾ മറ്റുള്ളവരെ നോക്കി ജീവിക്കുന്നത് നിർത്തുക. അവരെന്ത് വിചാരിക്കും, ഇവരെന്ത് വിചാരിക്കും. അവനവന്റെ ജീവിതത്തിൽ വളരണോ, അവനവന്റെ ജീവിതത്തിൽ വിജയിക്കണം. നമ്മൾ ബോൾഡ് ആയിട്ടുള്ള ആക്ഷൻസ് എടുക്കുക. നമ്മൾ അത് അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോൾ പലരും പറയുന്നൊരു കാര്യമുണ്ട്,
ഇത്രയും വർഷങ്ങൾ എൻ്റെ ടീച്ചറമ്മ ഒരു 20 വർഷം മുമ്പ് ഞങ്ങൾ ടീച്ചറമ്മയെ പരിചയപ്പെട്ടിരുന്നെങ്കിൽ ഞങ്ങളിന്ന് ലൈഫിൽ എവിടെ എത്തിയേനെ. അപ്പൊ അതുപോലെ നമുക്ക് ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാവും ഇതൊക്കെ സത്യമാണ്, ഇത് അവനവന്റെ അനുഭവത്തിലൂടെ മനസ്സിലാവത്തുള്ളൂ. അപ്പൊ ഈ ലോകത്തില് ഈ ഒരുപാട് മനുഷ്യർ ഇതിനെ കുറ്റം പറയാൻ കളിയാക്കുകയൊക്കെ ചെയ്യുന്നത്, നാളെ എല്ലാവർക്കും ഇതിലേക്ക് വന്നേ പറ്റൂ, ജീവിതത്തിൽ വിജയിക്കണമെന്ന് ആഗ്രഹമുള്ളവർ. ഇല്ലാത്തവരെ എന്നും നെഗറ്റീവിൽ ജീവിച്ച് ഇങ്ങനെയേ മരിച്ചു പോകേണ്ടി വരും. 5 വർഷം കൊണ്ടാണ് ചേച്ചിക്ക് ലൈഫിൽ ഈ ട്രാൻസ്ഫോർമേഷൻസ് ഉണ്ടായത്. ചേച്ചി ആലോചിച്ചിട്ടുണ്ടോ ഒരു 10-15 കൊല്ലം മുൻപേ ഇതൊക്കെ ആകാമായിരുന്നു എന്ന് ആലോചിച്ചിട്ടുണ്ടോ? ഞാൻ ചിന്തിച്ചിട്ടുള്ളൊരു കാര്യം എന്നറിയോ, എനിക്ക് പണ്ടേ അതായത് എനിക്ക് കുറച്ച് മൂളയും വിവരവും ബുദ്ധിയൊക്കെ അന്നേ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് റിലേഷൻഷിപ്പിൽ പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. നമുക്കറിയില്ല, നമുക്ക് ആൾക്കാർ വന്നിങ്ങനെ നമ്മുടെ അടുത്ത് മൂട്ടിത്തരും നിങ്ങളെ പറ്റി, അവരത് പറഞ്ഞു ഇത് പറഞ്ഞു, അപ്പം നമ്മൾ തിരിച്ചത് ചോദിക്കും, അങ്ങനെ പ്രശ്നങ്ങൾ, അങ്ങനെയൊക്കെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇന്നുള്ള ഒരു അറിവും ബോധമൊന്നും അന്നില്ല. പക്ഷെ ഇന്ന് നമുക്കറിയാം ഇവരിതൊക്കെ ചെയ്യുന്നത് നമ്മുടെ ഈ ഹാപ്പിനെസ് കളയാനാണ്, നമ്മുടെ ജീവിതത്തിൽ പ്രശ്നം ഉണ്ടാക്കാനാണ്. ഇന്ന് നമ്മൾ അതിനൊന്നും ചെന്ന് വീണ് കൊടുക്കത്തില്ല. പക്ഷെ അന്ന് നമുക്കത് അറിയില്ലായിരുന്നു. അതുപോലെ മാനിഫെസ്റ്റേഷനിലേക്ക് വരികയാണെങ്കിൽ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ദൈവമേ ഇതൊക്കെ നേരത്തെ അറിഞ്ഞിരുന്നുവെങ്കിൽ എല്ലാവർക്കും മാറാനൊരു സമയമുണ്ട്. ഒരു വ്യക്തി ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്, ദൈവമേ എനിക്ക് ഈ അവസ്ഥയെ മറികടക്കാനായിട്ട് ആരെങ്കിലും എൻ്റെ മുന്നിലേക്ക് ഒന്ന് എത്തിക്കൂ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അവർ യൂട്യൂബിൽ സ്ക്രോൾ ചെയ്യുമ്പോഴായിരിക്കും സുജാർ മോഹൻ്റെ ഒരു വീഡിയോ കാണുന്നത്. സ്റ്റുഡൻസ് പറഞ്ഞിട്ടുള്ളതാണ്, അതായത് ഞാൻ ഗുരുവായൂരപ്പൻ്റെ അടുത്ത് കരഞ്ഞു പ്രാർത്ഥിച്ചു, ഭഗവാനെ എൻ്റെ ഈ അവസ്ഥയെ മറികടക്കാൻ എനിക്ക് എന്തെങ്കിലും ഒരു വഴി പറഞ്ഞു തരണേ. ഭഗവാന് നേരിട്ട് ഇറങ്ങി വരാൻ പറ്റൂല, അപ്പൊ ഏതെങ്കിലും ഒരു വ്യക്തിയിലൂടെ നമ്മുടെ മുന്നിലേക്ക് വരും. പല സ്റ്റുഡൻസും ലൈഫിൽ കരഞ്ഞുകൊണ്ട് എന്നെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ അത്രയും ദൈവത്തെ വിളിച്ചപ്പോൾ ഈശ്വരന്റെ മുന്നിൽ വരാൻ പറ്റില്ല, പക്ഷേ ടീച്ചർ ആ ഈശ്വരന്റെ രൂപത്തിൽ നമ്മുടെ മുന്നിലേക്ക് വന്നു. അപ്പോൾ ഗുരുവിന്റെ രൂപത്തിൽ നമ്മുടെ മുന്നിലേക്ക് വന്ന് ആ കാര്യങ്ങൾ പറഞ്ഞു തരുമ്പോൾ അത് ഈശ്വരൻ പറഞ്ഞു തരുന്നതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കറക്റ്റായിട്ട് നമ്മൾ ആ വഴിക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് രക്ഷപ്പെടാം. മനസ്സിലായി. ഈ പവർ ഓഫ് മാനിഫെസ്റ്റേഷനിലൂടെ നേടിയെടുത്ത ഈ കാര്യങ്ങളെല്ലാം ചേച്ചി ഇപ്പോഴും എൻ്റെ മുന്നിലിരുന്ന കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ പറഞ്ഞു, വീണ നാളെ നോക്കിക്കോ ഞാൻ എൻ്റെ പ്രൈവറ്റ് ജെറ്റിൽ വരും, അല്ലെങ്കിൽ ഞാൻ എൻ്റെ 5 സ്റ്റാർ ഹോട്ടലിൽ ഇരുന്ന് വീണ ഇൻവൈറ്റ് ചെയ്യും. ഇങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ ആളുകൾ ചേച്ചിയോട് വന്ന് പറഞ്ഞിട്ടുണ്ടോ, എന്റെ പൊന്നു സുജ ഇങ്ങനെ ഇരുന്ന് തള്ളരുത്, ഒന്ന് നിർത്താവോ, അല്ലെങ്കിൽ ഇതൊക്കെ ആഗ്രഹിച്ചോ, ഇതിങ്ങനെ വിളമ്പല്ലേ എന്ന് പറഞ്ഞിട്ടുണ്ടോ? അതായത് ശരിക്കും പറഞ്ഞാല് ഏറ്റവും നല്ല തള്ളിസ്റ്റാണ് ലോ ഓഫ് അട്രാക്ഷനിലെ ഏറ്റവും വലിയ മാനിഫെസ്റ്റർ. അപ്പോൾ ഞാൻ പണ്ടൊക്കെ ഇത് പറയുമ്പോൾ പലരും പറയും ഭയങ്കര തള്ളാണല്ലോ, പക്ഷെ ഞാനത് ചെയ്ത് കാണിച്ചതിന് ശേഷം ഇപ്പൊ ഫാമിലിയിലുള്ളവർക്കാണെങ്കിലും വിശ്വാസമാണ്, ഇവളൊരു കാര്യം പറഞ്ഞാൽ ഇവളത് ചെയ്ത് കാണിക്കും എന്നുള്ളത്. നമ്മളൊരു കാര്യം ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ച് അറിയാവുന്നവർക്കറിയാം, എവറിത്തിങ് ഈസ് പോസിബിൾ. ഇവർ പറയുന്ന ഒന്നും തള്ളല്ല, ഇതൊക്കെ നാളെ നടക്കും, പറ്റുമെന്നറിയാം. അപ്പോൾ നമുക്കെല്ലാം നേടാൻ പറ്റും. പലരും ചോദിക്കും ദൃഷ്ടിദോഷം വരുത്തില്ല നിങ്ങൾ? ശരിക്കും ദൃഷ്ടിദോഷം എന്ന് പറയുന്നത് നമ്മൾ അതിൽ വിശ്വസിച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് കേൾക്കും. ഇപ്പൊ ഞാൻ ഓരോ കാര്യം ഇപ്പൊ ചെയ്യുമ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുകയാണ്, ഞാനിപ്പോ ഫേസ്ബുക്കിൽ ഇന്ന സ്ഥലത്ത് പോയ ഒരു ഫോട്ടോ ഞാൻ ഇടുന്നു, ദൈവമേ ആൾക്കാരൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവർ കണ്ണു വെച്ച് കഴിഞ്ഞാൽ അപ്പോഴായിരിക്കും ഞാൻ ഇങ്ങനെ നിരന്തരം ചിന്തിക്കുകയാണ്, അയ്യോ എനിക്ക് ആരുടെയെങ്കിലും ദൃഷ്ടിദോഷം വരുമോ എന്ന് ചിന്തിക്കുമ്പോഴായിരിക്കും എന്തെങ്കിലും ഒരു ഇത് വരുന്നത്. ഉടനെ ഞാൻ പറയാം, കണ്ടോ ആ ഫോട്ടോ ഇട്ടപ്പോഴേ ഞാൻ വിചാരിച്ചു, മനസ്സിലാവുന്നു. ഇത് നമ്മുടെ തോട്ട് പ്രോസസ്. നേരെ മറിച്ച് ഞാൻ ഇതിൽ വിശ്വസിക്കുന്നില്ല. ഞാൻ കഴിഞ്ഞ 5 വർഷമായിട്ട് വീണ അന്നു മുതലുള്ള എൻ്റെ വീഡിയോസ് എടുത്ത് നോക്കി, എല്ലാ വീഡിയോയിലും എൻ്റെ മാനിഫെസ്റ്റേഷൻ എൻ്റെ സക്സസും ഞാൻ നിരന്തരം സ്റ്റുഡൻസായിട്ട് അത് പങ്കുവയ്ക്കുന്ന പേരൊന്നും കൊണ്ടല്ല, തള്ളാനല്ല. അതായത് എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഇതുപോലൊരു ഇന്റർവ്യൂ ഞാനാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ദൈവമേ ആ ലേഡി അവർ ആ ബെഡ് റിഡൻ സ്റ്റേജിൽ നിന്ന് ഒരു ഇവിടം വരെ എത്തിയെങ്കിൽ അതിന് പിന്നിൽ എന്തെങ്കിലും കാണും. അപ്പൊ അത് മനസ്സിലാക്കി എനിക്കും എൻ്റെ ലൈഫിൽ മാറ്റം വരണം എന്നുള്ളൊരു ചിന്ത എൻ്റെ ഉള്ളിൽ വന്ന് ഞാൻ അതിനെക്കുറിച്ച് പഠിച്ച് മനസ്സിലാക്കി അതിലേക്ക് എത്തും. അപ്പോൾ ഞാൻ വിശ്വസിച്ചാൽ എനിക്ക് മറ്റുള്ളവരുടെ കണ്ണീർ കിട്ടും എന്ന് ഞാൻ വിശ്വസിച്ചു കഴിഞ്ഞാൽ അതിന് കേൾക്കും. പക്ഷെ ഞാൻ അതിനെ വിശ്വസിക്കുന്നേയില്ല. കഴിഞ്ഞ 5 വർഷമായിട്ട് ഞാൻ യൂട്യൂബിലാണെങ്കിലും അതുപോലെ ക്ലാസ്സുകളിലാണെങ്കിലും എൻ്റെ എല്ലാ മാനിഫെസ്റ്റേഷൻസ് ഞാൻ സ്റ്റുഡൻസിനോട് വെളിപ്പെടുത്താറുണ്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവരും അതൊക്കെ കാണുമ്പോൾ അവർക്കും ഒരു ഇവർക്ക് ഇതൊക്കെ പ്രചോദനം, ടീച്ചർമാർ BMW മേടിച്ചു നമുക്കും മേടിക്കണം എന്നൊരു ചിന്ത അവരുടെ ഉള്ളിലേക്ക് വരും. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ശരിക്കും ഷെയർ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ അതിൽ വിശ്വസിക്കുന്നില്ല എന്നുള്ളത്, ഇനി നമ്മളതിൽ ഈ ഒരു കണ്ണേറും ദൃഷ്ടിദോഷം എനിക്ക് ഏക്കില്ല എന്നാണ് നമ്മുടെ വിശ്വാസമെങ്കിൽ ഏക്കില്ല. പക്ഷെ നിരന്തരം നമ്മൾ ഇതുപോലെ ഓരോ കാര്യങ്ങൾ ചെയ്തിട്ട് എനിക്ക് ഏക്കും ചിന്തിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ 5 വർഷം കൊണ്ട് എത്ര പേരുടെ ജീവിതമാണ് ചേച്ചി മാറ്റിമറിച്ചത്? എനിക്ക് കൃത്യമായിട്ട് കണക്ക് പറയാൻ എനിക്കറിയില്ല. കാര്യം ഞാൻ ആദ്യം ഹിന്ദിയിലാണ് ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഹിന്ദിയിലും മലയാളത്തിലുമായിട്ട് ലക്ഷക്കണക്കിന് സ്റ്റുഡൻസിന്റെ ലൈഫ് ട്രാൻസ്ഫോം ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. കാര്യം ഓരോ മന്ത്ലി ക്ലാസ്സുകളിലും ഇങ്ങനെ സ്റ്റുഡൻസ് വന്നു പോകുന്നുണ്ട്, ചിലർ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് സ്റ്റുഡൻസിന്റെ ലൈഫ് ട്രാൻസ്ഫോം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ചേച്ചി അതിൽ ഇപ്പോൾ ചേച്ചിയുടെ ഒരു ലൈഫ് പേർപ്പസ് ആയിട്ടാണോ ഇതിനെ കാണുന്നത്, ഈ ഒരു മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്ന പവർ ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്ന് പറയുന്നത്? വീണ, എൻ്റെ ലൈഫിൽ ഞാൻ കംപ്ലീറ്റ് ബെഡ് റിഡനായി കിടന്ന സമയത്ത് ഞാൻ ദൈവത്തോട് കരഞ്ഞു പ്രാർത്ഥിച്ചൊരു കാര്യമുണ്ട്, ദൈവമേ എന്നെ നീ ഒന്ന് എഴുന്നേറ്റ് നടക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും.
ഈശ്വര നീ അത് സഹായിച്ചാൽ എൻ്റെ ജീവിതം ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി സമർപ്പിക്കാം. അങ്ങനെ ദൈവം എന്നെ എഴുന്നേറ്റ് നടത്തിയെങ്കിൽ അതെൻ്റെ അവസാന ശ്വാസം വരെ ഞാനത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്ത് അവരെയും ജീവിതത്തിൽ വിജയിക്കാനായിട്ട് ഞാനത് ഹെൽപ്പ് ചെയ്യും. അത് സത്യം. അത് എൻ്റെ വീഡിയോസ് ആണ്, ലൈവ് ആണെങ്കിലും എല്ലാത്തിലൂടെ ഞാൻ ഫ്രീ ക്ലാസ്സുകൾ ഒരുപാട് എടുക്കുന്നുണ്ട്, യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലൂടെ ഇങ്ങനെ നിരന്തരം മറ്റുള്ളവരെ ഇൻസ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്കത് പറ്റുമെങ്കിൽ എല്ലാവർക്കും പറ്റും. അപ്പം നമ്മൾ ഈശ്വരന് കൊടുത്തൊരു വാക്ക് അതെനിക്ക് ചെയ്തേ പറ്റും. അതായത് ഈശ്വരനെ നേരിട്ട് വന്ന് മറ്റുള്ളവരോട് പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മളൊരു ഈശ്വരൻ്റെ ഒരു ചാനലായി മാറുക എന്ന് പറയും, ഈശ്വരന് വർക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ ഈശ്വരൻ്റെ ആ ഒരു എന്താ പറയുക, നമ്മളിലൂടെ ഈശ്വരൻ പ്രവർത്തിക്കുകയാണ്, മറ്റുള്ളവർക്ക് ആ അറിവ് പറഞ്ഞു കൊടുത്ത് അവരുടെ ജീവിതം മാറുമ്പോൾ ശരിക്കും ഇപ്പോൾ ഒരുപാട് പേര് മാനിഫെസ്റ്റേഷനിലേക്ക് എത്തുന്നുണ്ട്. ഇനിയുള്ള കാലം മാറും. ഇപ്പോഴത്തെ ജെൻസിക്ക് അതിനകത്ത് ഒരുപാട് വിശ്വസിക്കുന്നവരാണ്. ഇപ്പോൾ പല വീഡിയോസിന്റെ താഴെ അവർ എഴുതിയേക്കുന്നതാണ്, ഞങ്ങൾക്ക് ഇതുപോലെയുള്ള ഇൻസ്പയറിംഗ് ആയിട്ടുള്ള വ്യക്തികളുടെ ഇന്റർവ്യൂ ആണ് ഞങ്ങൾക്ക് വേണ്ടതെന്നൊക്കെ പറഞ്ഞു. കാര്യം എന്ന് വെച്ചാൽ അവർ ആഗ്രഹിക്കുന്നുണ്ട് അവരുടെ ലൈഫ് മാറ്റണം എന്നൊക്കെയുള്ളത്. അതെ. അപ്പൊ എന്തായാലും ആളുകളുടെ ജീവിതം മാറി മറിയാനായിട്ട് മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്ന ഒരു വലിയ മാജിക്കിന് സാധിക്കും. അതിനെ മാജിക് ഒന്ന് വിളിക്കാമോ ചേച്ചി? എന്റെ ഭാഷയില് മാജിക് ആണ്. അല്ലെങ്കിൽ വീണെന്ന് ആലോചിച്ച് നോക്ക്, ഈ ഒരു മോശം അവസ്ഥയിൽ കിടന്ന ഞാൻ ഇന്ന് ഈ ലെവലിൽ എത്തണമെങ്കിൽ അത് മാജിക് അല്ലാതെ പിന്നെ എന്താണ്? അതെ, എപ്പോഴും സംസാരിക്കുമ്പോൾ വളരെ പോസിറ്റിവിറ്റി മാത്രം വാരി വിതറുന്ന സുജി ചേച്ചിക്ക്. അപ്പൊ അത് അങ്ങനെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കട്ടെ. ആഗ്രഹിക്കുന്നവർ ഏത് ലെവലിൽ എത്തണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും ആ ലെവലിലേക്ക് എത്താൻ സാധിക്കുമെന്നുള്ളതിന്റെ ഒരു ജീവിക്കുന്ന ഉദാഹരണം തന്നെയാണ് മുന്നിലിരിക്കുന്നത്. ചേച്ചിക്ക് എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച് ചേച്ചി.